ആ ലാലേട്ടൻ വന്ന ആ കാലഘട്ടത്തിലുള്ള നമ്മളെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഇപ്പം കുറേ പാട്ടുകളുണ്ടല്ലോ. ഇപ്പം മിന്നാരത്തിലെ ഉം. കിങ്കാര കിന്നാരം ചിരിച്ച് അങ്ങനെയുള്ള കുറേ പാട്ടുകൾ നമ്മൾ പാടിയതിന് ശേഷമാണ് ഇവരെ ഇതിലേക്ക്, അപ്പം ഇവരെ നമ്മൾ അതിലേക്ക് അങ്ങനെ അതിലേക്ക് അങ്ങ് കയറ്റുകയാണ്. ഉം. അപ്പം അവരും ഇത് ആ ചെയ്യണം എന്നുള്ള ഇതിൽ, എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ അടുത്ത പാട്ടിലേക്ക് കിടക്കും. ആ പാട്ട് പിന്നെ ഗംഭീരമായിട്ട് അവർ പെർഫോമൻസ് ചെയ്യും. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ പ്രൈസും കൊടുക്കും. ഓക്കെ. അപ്പോൾ അപ്പം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം ഷോ എന്ന് പറയുന്നത് ഇപ്പം ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 അതൊക്കെ പണ്ടത്തെ ആയിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ലൈവായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് അവർക്കും. നമ്മുടെ ഷോ കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പാട്ടിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ അവർ പറയണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഷോയുടെ ഇത്. അപ്പം അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പല രീതിയിൽ ഞാൻ പല സ്ഥലത്തും കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ അതുപോലെ തന്നെ പാട്ട് പാടിപ്പിക്കും. അപ്പം അതും പല രീതിയിൽ പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ നമ്മളിത് ചെയ്യുന്ന കണ്ടിട്ട് വേറെ രീതിയിൽ ഒക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ പണ്ട് മുതലേ ഇറങ്ങിയതാണ്. ഞാനൊന്നും അല്ല തുടങ്ങിയത്. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവും. ഞാൻ മാത്രമല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതല്ലേ പാട്ടൊക്കെ, എന്ന് മുതലേ ഉള്ളതാണ്. ആളുകൾ പണ്ടും പാടിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പാടിപ്പിക്കുന്നുണ്ട്.